ജൂൺ 9 ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. നേരത്തെ ഒരു 10 മിനിറ്റ് മുമ്പ് ഞങ്ങൾ ആരംഭിച്ചത് ചില സാങ്കേതിക തടസ്സങ്ങളാൽ നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. ഏതായാലും ആദ്യ വാർത്ത ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരംഭിക്കാം. ഇന്ത്യയിൽ ജൂൺ 9 രാത്രി UAE സമയം 9:30 കഴിയുമ്പോൾ വന്നിരിക്കുന്ന ലോകാരോഗ്യ സംഘടന റിപ്പോർട്ടിൽ ഇതുവരെ കണ്ടതിനേക്കാൾ ഏറ്റവും കൂടിയ പ്രതിദിന മരണനിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് കരുതി ഭയപ്പെടരുത്. വാർത്താ മാധ്യമങ്ങൾ ഇക്കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രോഗബാധയുടെ കാര്യത്തിൽ ഇന്ത്യ ആശ്വാസകരമായ നിലയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഏതായാലും 6000-ഓളം എന്ന് പറയുന്ന ഒരു രീതിയിൽ എത്തിയിരിക്കുകയാണ്. 6000-ഓളം. അത് നേരം വെളുക്കുമ്പോൾ എത്രയാകുമെന്നറിയില്ല. 5900 ചില്ലുവാനമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. 89,000 രോഗബാധയും വന്നിരിക്കുന്നു. ഇതിനിടയിൽ ഈ രോഗബാധയിൽ വന്നിരിക്കുന്ന ആശ്വാസം വേണ്ടത്ര അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന പരാതി ഇപ്പോൾ പല കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യയിൽ നിന്നുള്ള യാത്ര തൽക്കാലം വേണ്ടെന്ന് പറഞ്ഞ രാജ്യങ്ങളിലേക്ക് അവിടങ്ങളിൽ കച്ചവടം നടത്തുന്ന പ്രവാസികൾക്കെങ്കിലും എത്രയും വേഗം എത്തിയേ പറ്റൂ എന്ന സാഹചര്യം നേരിടുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയണം. എങ്കിലേ ബാക്കിയുള്ള ജീവനക്കാരെ അതാത് നാടുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. ഒരു ചെക്ക് ലീഫ് ഒപ്പിടാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലൂടെ ഇന്ന് നാളെ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞു പോകുമ്പോൾ പല കച്ചവടക്കാർക്കും സ്ഥാപന ഉടമകൾക്കും തിരികെ വരാൻ പറ്റാതാവുകയാണ്. ഈ സാഹചര്യം മറികടക്കാൻ വേണ്ടി നയതന്ത്ര തലത്തിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഗോൾഡൻ വിസയുള്ളവർക്ക് UAE പോകാമെന്ന് പറയുന്നു. ബിസിനസ് ജെറ്റിൽ പോകാമെന്ന് പറയുന്നു. UAE പൗരന്മാർക്ക് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നെല്ലാം വരാൻ പറ്റുമെന്ന് പറയുന്നു. അതുപോലെ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും പാർട്ട്ണർ വിസ ഉള്ളവരെയെങ്കിലും കൊണ്ടുവന്നില്ലെങ്കിൽ അവരവരുടെ കച്ചവട സ്ഥാപനങ്ങൾ വീണ്ടുപോകും എന്ന ഭയം ഉണ്ടായിരിക്കുമ്പോൾ അത് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ്, എംബസികൾ, കോൺസുലേറ്റുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇടപെടണം. അത് ഒമാനിലാണെങ്കിലും UAE കാര്യത്തിലാണെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള സജീവമായ ചർച്ച ഈ വിഷയത്തിൽ ആരംഭിച്ചേ മതിയാകൂ. അതിന് ലോകാരോഗ്യ സംഘടനയും ഒരു പച്ചക്കൊടി നാട്ടേണ്ടതുണ്ട്. കാരണം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പ്രതിരോധ കുത്തിവെപ്പിൽ വിശ്വാസമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ, ആ പ്രതിരോധ കുത്തിവെപ്പ് എടുത്തവരെ യാത്ര ചെയ്യാൻ അനുവദിക്കണമെന്ന് എന്തുകൊണ്ട് ഉച്ചത്തിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ബോഡി ആയിട്ടുള്ള ലോകാരോഗ്യ സംഘടന പറയുന്നില്ല എന്ന് ഏത് സാധാരണക്കാരൻ ചോദിക്കുകയാണ്. എന്തിനാണ് പിന്നെ ആളുകളെ കൊണ്ട് പ്രതിരോധ കുത്തിവെപ്പ് നടത്തിക്കുന്നത് 2 പ്രാവശ്യം? അത് കഴിഞ്ഞ് ശാക്തീകരണത്തിന് വേണ്ടി വീണ്ടും ചെയ്യാമെന്ന് പറയുന്നുണ്ടല്ലോ. 6 മാസം കഴിഞ്ഞോ, 1 വർഷത്തിനിടയ്ക്കോ. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ കുത്തിവെപ്പിൽ വിശ്വാസം ആധികാരികമായ സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടെങ്കിൽ, ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാനും പറയാനുമുള്ള ഒരു അന്താരാഷ്ട്ര ബോഡി ഈ ലോകത്ത് ഉണ്ടെങ്കിൽ അത് ലോകാരോഗ്യ സംഘടനയാണ്. അവർ ഇടപെട്ടുകൊണ്ട് അത്യാവശ്യക്കാരെ കൊണ്ടുപോകാൻ, കുത്തിവെപ്പെടുത്തവരെ കൊണ്ടുപോകാൻ ഉള്ള ഏർപ്പാട് ചെയ്യണം. അതിനാണല്ലോ ട്രാവൽ ഡിജിറ്റൽ പാസ് എന്നൊക്കെ പറഞ്ഞ്, പാസ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് പുതിയ രീതി വരുന്നത്. അതില്ലാത്തതിന്റെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ആയിരങ്ങൾ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുകയാണ്. അവരൊക്കെ അതാത് രാജ്യങ്ങളിൽ എത്തിയാൽ മാത്രമേ അവരുടെ തൊഴിലാളികളെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. താഷ്കന്റ് വഴി വന്ന ബിജു വർഗീസ് ഇന്ന് ദുബായിൽ എത്തിയിട്ട് ആ സന്തോഷം ഞങ്ങളുമായി പങ്കിട്ടു. കഴിഞ്ഞ ദിവസം അവിടെ നിന്നുകൊണ്ട്, താഷ്കണ്ടിൽ നിന്നുകൊണ്ട് ഞങ്ങളുമായിട്ട് സംസാരിച്ചതാണ്. ജൂൺ 9 വരുമെന്ന് പറഞ്ഞു. 9 അദ്ദേഹം എത്തി. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. 14 ദിവസം താഷ്കണ്ടിൽ താമസിച്ചു. പല പുതിയ ഭക്ഷണങ്ങൾ പരിശീലിച്ചു. പുതിയ ഭാഷക്കാരെ കണ്ടു. അവിടെ നാട് കാണാൻ പോലും അവസരം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് 2 ഫ്ലൈറ്റുകളേ ഉള്ളൂ ആഴ്ചയിൽ എന്നുള്ളത് മാത്രമാണ് തടസ്സം. 175 മില്യൺ എന്ന ആഗോള രോഗബാധയുടെ അക്കം കാണുന്ന ദിവസമാണ് ഇന്ന് ഈ ജൂൺ 9 എന്ന കാര്യം കൂടി നമ്മൾ അറിയണം. 37.25 ലക്ഷം ആളുകൾ മരിച്ചു പോയിരിക്കുന്നു എന്ന കാര്യവും അറിയണം. ഏതായാലും പെട്ടെന്ന് ഈ വിഷയത്തിൽ മാറ്റം വരാൻ വേണ്ടി ഞങ്ങൾ ഒന്നുകൂടി പറയുന്നു, നയതന്ത്ര ഇടപെടലിന് വേണ്ടി ആരെങ്കിലും
കാര്യമായി സമ്മർദ്ദം ചെലുത്തണം. അധികാരികളുടെ അടുത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് നമ്മുടെ മേന്മകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെ ഇത് ബോധിപ്പിക്കാനുള്ള ശ്രമം നടത്തണം. മരുന്നിനു വേണ്ടി ചോദിച്ച പോലെ, ഓക്സിജൻ വന്നപ്പോൾ സ്വീകരിച്ചതുപോലെ നമ്മൾ ഈ വിഷയത്തെയും കാണണം. അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സമാധാനം നഷ്ടമാകുന്ന കാര്യമാണ്. രോഗബാധ കുറഞ്ഞപ്പോൾ ഇന്ത്യയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്പം മുകളിലേക്ക് കയറി എന്ന് പറഞ്ഞുള്ള വാർത്ത വന്നല്ലോ. അതുപോലെ ഓരോന്നും മുകളിലേക്ക് കയറണം, ഫ്ലൈറ്റ് മുകളിലേക്ക് പോകണം. ദുബായ് പോലീസ് പറയുന്നു, ഒരു പുതിയ തട്ടിപ്പ് വന്നിട്ടുള്ള എല്ലാവരും അറിയണം. ഇനിയിപ്പോ പെട്ടെന്ന് കുറഞ്ഞ ടിക്കറ്റിൽ ജൂലൈ 6 മുതൽ അല്ലെങ്കിൽ എപ്പോഴാണോ ഫ്ലൈറ്റുകൾ വരുന്നത് ആ ദിവസം മുതൽ യാത്ര ചെയ്യാൻ വേണ്ടി ആളുകൾ നെട്ടോട്ടമോടും. ആ സമയത്ത് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് വാഗ്ദാനം ചെയ്തുകൊണ്ട് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ചില വെബ്സൈറ്റുകൾ രംഗത്ത് വരും. ഓൺലൈൻ ടിക്കറ്റ് തരാം, ബാക്കി എല്ലാവരും 1500 പറഞ്ഞാൽ ഇവർ പറയും 800 ടിക്കറ്റ്, 2 ടിക്കറ്റ് മാത്രമേ ബാക്കിയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കാശ് എടുക്കും, ആ സൈറ്റ് ഉണ്ടാവില്ല, തട്ടിപ്പുകാർ ഉണ്ടാക്കുന്ന സൈറ്റ്. അതുകൊണ്ട് തന്നെ അപ്രൂവ്ഡ് ഏജൻസികളിൽ നിന്നോ അപ്രൂവ്ഡ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള വിശ്വസനീയമായിട്ടുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് മാത്രമേ എടുക്കാവൂ എന്ന കാര്യം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പ്രഗത്ഭരായ കമ്പനികളുമായി ഡീൽ ചെയ്യുക എന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു കൂട്ടരുണ്ട്, ഈ ഒറിജിനൽ പോലെ ഇരിക്കുന്ന വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് 1-2 ലെറ്റർ മാറും, നമുക്കറിയാൻ പറ്റില്ല. അതിലൂടെ നമ്മൾ കാർഡ് കൊടുത്ത് ടിക്കറ്റ് എടുക്കും, പോക്കാണ്. ശ്രദ്ധിക്കുക. ദുബായിയുടെ രാജകുമാരൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആശ്വാസമുള്ളതാണ്, എല്ലാവരും അറിയണം. ക്രൗൺ പ്രിൻസ് ഹിസ് ഹൈനസ് ഷേഖ് ഹംദാൻ പറഞ്ഞിരിക്കുന്നു, ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവർക്ക് ലൈസൻസുമായി ബന്ധപ്പെട്ട്, കച്ചവടങ്ങൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമങ്ങളുടെ 30% വരെ ഇളവുകൾ കൊടുക്കാനുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ദുബായിലെ ഇൻവെസ്റ്റർ എന്ന് വെച്ചാൽ ദുബായിയുടെ പാർട്ട്ണറാണ് എന്ന വാചകമാണ് അദ്ദേഹം പറഞ്ഞത്. പ്രൈവറ്റ് സെക്ടർ എന്നാൽ ദുബായിയുടെ പാർട്ട്ണർ എന്ന വാചകമാണ് അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത്. ദുബായിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതൊക്കെ നാട്ടിൽ നിന്ന് കാണുന്നവർ കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇപ്പോൾ പല രാജ്യങ്ങളിൽ നിന്ന് നിക്ഷേപകർ UAE വരുമ്പോൾ ഒരു ആത്മവിശ്വാസം കൂടുതൽ കിട്ടാൻ വേണ്ടി ഓരോ സമൂഹവും ചെയ്യുന്ന കാര്യം അപ്പോൾ ആധികാരികമായി അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ദുബായ് വാർത്ത ഇക്കാര്യം പറയുന്നത്. ദുബായിലൊരു പുതിയ വാടക നിയമം വന്നിട്ടുണ്ട്. അത് ലാൻഡ് ലോഡിനും ടെനന്റിനും ഒരുപോലെ ഗുണകരമാണ്. അതായത് 3 വർഷത്തേക്ക് വാടക കൂട്ടരുത് എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കൊരു കണക്കൂട്ടൽ ഉണ്ടാകുമല്ലോ, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് 15-25% എന്തൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുന്ന ആ തോന്നിയവാസം നടക്കില്ല ലാൻഡ് ലോഡിന്റെ ഭാഗത്തുനിന്നും. അതുപോലെ ടെനന്റ് കാശ് കൊടുത്തില്ലെങ്കിൽ അതിന് ചെക്ക് മടക്കി കേസ് കൊടുത്ത് 6 ആണ്ട് കാത്തിരുന്ന്, അതൊന്നുമില്ല, നേരിട്ട് ലാൻഡ് ലോഡിന് ഇപ്പോൾ വാടക കൊടുക്കാത്ത ടെനന്റിനെതിരെ എക്സിക്യൂഷൻ ജഡ്ജിനെ സമീപിക്കാൻ പറ്റും. പെട്ടെന്നായിരിക്കും വിധി വരിക, നിയമപരിരക്ഷ അങ്ങനെ ലാൻഡ് ലോഡിന് കിട്ടുകയും ചെയ്യുന്നു. ഈ 2 കാര്യങ്ങളും 2 കൂട്ടർക്കും നല്ലതാണെന്നുള്ളത് കൊണ്ട് ഈ പുതിയ നിയമത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്നതാണ് ഓർമ്മിപ്പിക്കുന്നത്. നിയന്ത്രണങ്ങൾ ശക്തമാണ്, ഇളവുകളും സജീവമാണ്. 61 കടകൾക്ക് ഫൈൻ അടിച്ചു കഴിഞ്ഞ ദിവസം. മാസ്ക് ധരിക്കാതെ ആളുകളെ പ്രവേശിപ്പിക്കുക, അകലം പാലിക്കാതെ ഇരുത്തുക കടകളിൽ, ഇങ്ങനെയുള്ള കാര്യം. 45 റെസ്റ്റോറന്റുകളാണ്. അത് മിക്കവാറും ഉള്ളതൊക്കെ രാത്രി 12 അടയ്ക്കാൻ പറഞ്ഞാൽ 2 അടയ്ക്കും, 1 അടയ്ക്കാൻ പറഞ്ഞാൽ 3 അടയ്ക്കും. അങ്ങനെയുള്ളവർക്കാണ്, സമയം കൂടുതൽ ഉപയോഗിച്ചവർക്കാണ് പിഴ വന്നിരിക്കുന്നത്. പിന്നെ കഫ്റ്റീരിയകളുണ്ട്, കോഫി ഷോപ്പുകളുണ്ട്, ടയർ ഷോപ്പുണ്ട്, സ്പോർട്സ് അക്കാദമികളുണ്ട്, ജിമ്മുണ്ട്, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ഓഫീസുകളുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിൽപ്പെട്ട കമ്പനികളുമായിട്ട് 61 സ്ഥാപനങ്ങൾ ഫൈൻ അടച്ചിട്ടുണ്ട്. ഒരു വലിയ ജോലി കിട്ടാനുള്ള അവസരത്തിന്റെ സാധ്യത ഈ വെള്ളിയാഴ്ച വരികയാണ്. ദുബായിലെ പ്രമുഖ ഗവൺമെന്റ് സ്ഥാപനമായ RTA മെട്രോയും ബസ്സും ടാക്സിയും ഒക്കെ നിയന്ത്രിക്കുന്ന RTA ടാക്സി ഡ്രൈവർമാരെ നിയമിക്കുകയാണ്. ഡ്രൈവിംഗ് ലൈസൻസ് UAE ഇല്ലാത്തവർക്കാണെങ്കിൽ പോലും, വിസിറ്റ് വിസയിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ പോലും വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മുഹൈസനയിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കുക. ഒരു വാട്സപ്പ് നമ്പർ ഞങ്ങൾ തരാം, അതിൽ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ CV അയക്കുക, ബുക്ക് ചെയ്യുക. എന്നിട്ട് വെള്ളി, ശനി, ഞായർ, തിങ്കൾ ഇങ്ങനെ 3-4 ദിവസങ്ങളിൽ 11 മുതൽ 15 വരെ ജൂൺ നടക്കുന്ന വൈകുന്നേരം 4 മുതൽ 8 വരെ അവിടെ സായിദ് ഹാളുണ്ട്, അവിടെ ചെന്നിട്ട് ഇതിൽ പങ്കെടുക്കാം ഇന്റർവ്യൂവിൽ എന്നാണ് പറയുന്നത്. അക്കോമഡേഷൻ തരും,
നല്ല ശമ്പളം ഉണ്ടായിരിക്കും, അതുപോലെ മറ്റു പല ആനുകൂല്യങ്ങളും ഇൻഷുറൻസും ഒക്കെ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ കയ്യിൽ വെക്കണം, പാസ്പോർട്ട് കോപ്പി വേണം, വിസയുടെയോ കോപ്പി വേണം. അങ്ങനെ തൊഴിൽ അന്വേഷിച്ച് വന്നവർക്കും പങ്കെടുക്കാവുന്ന സാഹചര്യമാണ്. ഈ വാട്സപ്പ് നമ്പർ ഒന്ന് എഴുതി വെച്ചോളൂ. 056 51 51 791 791. ഈ നമ്പറിൽ ആദ്യം ഒന്ന് വാട്സപ്പിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അബുദാബി മദീന സായിദിൽ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഇന്ന് അടപ്പിച്ചു. അതിന്റെ കാര്യങ്ങൾ കേട്ടാൽ ബഹുവിശേഷം. അതിന്റെ സിവേജുമായി ബന്ധപ്പെട്ട് ദുർഗന്ധം ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് അതൊന്ന് അടയ്ക്കാൻ പോലും മാനേജ്മെന്റ് തയ്യാറായില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അകത്ത് പച്ചക്കറിയും ഇറച്ചിയും ഒക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്തൊക്കെ പ്രാണികളോട് പ്രാണികളാണ്, ഒരു വൃത്തിയുമില്ല, തറ പൊട്ടി പൊളിഞ്ഞു കിടക്കുന്നു. ഇതൊന്നും അബുദാബി അനുവദിക്കില്ല എന്നത് വ്യക്തമാക്കിക്കൊണ്ടാണ്. ഞങ്ങൾക്കത് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല, കാരണം ഔപചാരികമായിട്ട് ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഏത് ഹൈപ്പർ മാർക്കറ്റാണ് അടച്ചതെന്ന് അബുദാബിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേര് ഋഷീസ് ന്യൂജൻ ഹൈപ്പർ മാർക്കറ്റ് എന്നാണ്. പുതിയ ജനറേഷൻ എന്നാണ് പറയുന്നത്, പക്ഷേ അത് അങ്ങനെയല്ല കണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അതിന്റെ ഫേസ്ബുക്കിൽ പോയി നോക്കിയപ്പോൾ താൽക്കാലികമായി മെയിൻ്റനൻസിന് വേണ്ടി അടച്ചിട്ടുണ്ട് എന്നൊരു അറിയിപ്പ് അതിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ പെട്ടെന്ന് തുറക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ കമന്റുകളും ഇട്ടിട്ടുണ്ട്. UAE യാത്രാ നിരോധന പട്ടികയിലേക്ക് 3 രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തി. നേരത്തെ തന്നെ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, വിയറ്റ്നാം ഒക്കെ ഉണ്ടല്ലോ. ആ കൂട്ടത്തിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ 3 പേർ. ഉഗാണ്ട ഈസ്റ്റേൺ സൈഡിൽ കിടക്കുന്നതാണ്. സാംബിയ ഇങ്ങ് താഴെ, ആഫ്രിക്കയുടെ ഏറ്റവും താഴെ, സൗത്ത് ആഫ്രിക്കയുടെ തൊട്ട് മുകളിലായിട്ട് വരുന്ന, സൗത്ത് ആഫ്രിക്കയോട് ചേർന്ന് കിടക്കുന്ന സാംബിയ സിംബാബ്വേയുടെ അടുത്തായിട്ട് വരും. പിന്നെ കോങ്കോ എന്നറിയപ്പെടുന്ന DR കോങ്കോ സെൻട്രൽ ആഫ്രിക്കയിൽ വരുന്നതാണ്. ആഫ്രിക്ക പൊതുവെ 5 ആയിട്ടാണല്ലോ നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ അതിന്റെ ഭൂപടം നോക്കിയിട്ടുള്ളവർക്കറിയാം. സെൻട്രൽ ആഫ്രിക്കയിൽ വരുന്ന കുറെ രാജ്യങ്ങൾ, പിന്നെ അങ്ങോട്ട് വെസ്റ്റ് എന്ന് പറയുമ്പോൾ നൈജീരിയ അടക്കമുള്ള രാജ്യങ്ങൾ, നോർത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്തുള്ള ലിബിയയെ കുറിച്ച് പറയാം, മൊറോക്കോയെ കുറിച്ച് പറയാം, ഈജിപ്തിനെ കുറിച്ച് പറയാം, അൾജീരിയയെ കുറിച്ച് പറയാം, അതൊക്കെ നോർത്താണ്. സൗത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങ് താഴെ സൗത്ത് ആഫ്രിക്ക, നമീബിയ, സിംബാബ്വെ, സാംബിയ തുടങ്ങിയ രാജ്യങ്ങൾ, ബോട്സ്വാന തുടങ്ങിയ രാജ്യങ്ങൾ. അപ്പോൾ 3 റീജിയനിൽ നിന്നായിട്ട് 3 രാജ്യങ്ങൾക്ക് കൂടി നിരോധനം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, കഴിഞ്ഞ കുറെ കാലമായി പല ഫാക്ടറികളും അടച്ചിട്ടിരിക്കുകയും പല കൃഷി നടപടികൾ തടസ്സപ്പെട്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മഹാമാരി കാരണം. അതിന്റെ ശിക്ഷ ഇപ്പോഴാണിത് അനുഭവിക്കാൻ പോകുന്നത് എന്ന അർത്ഥത്തിൽ ചൈനയിൽ നിന്ന് റിപ്പോർട്ട് വരുന്നു. പഞ്ചസാരയ്ക്കാവട്ടെ, അരിക്കാവട്ടെ, എല്ലാ സാധനങ്ങൾക്കും, കാർ മുതൽ ടോയ്ലറ്റ് പേപ്പർ വരെ കാശ് കൂടിയിരിക്കുന്നു. ഫാക്ടറികൾ റോ മെറ്റീരിയൽസ് കിട്ടാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാറ്റിൻ്റെയും വില കൂട്ടിയിരിക്കുന്നു. ലോകം മുഴുവൻ ഇതാ ആ വില കൂടാൻ പോവുകയാണെന്ന ഒരു നിർദ്ദേശവും സന്ദേശവും ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ കരുതിയിരിക്കുക. 13 വർഷത്തിനിപ്പുറം ഇത്രയും വില വർദ്ധിക്കുന്നത് ഇതാദ്യം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ടായി നൽകുന്നത്. UAE നിന്ന് പല ആളുകളും കുടുംബങ്ങളായിട്ട് പോയി സമ്മർ വരികയാണ്. പുറത്തുനിന്ന് പോകാൻ ഏതെങ്കിലും രാജ്യം തുറന്നിരിപ്പുണ്ടോ, ഒന്ന് പോകാം, കുറേ നാളത്തെ അസ്വസ്ഥതകൾക്കിപ്പുറം എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഒരു ചെറിയ പ്രശ്നം മനസ്സിനെ അലട്ടുന്നു. ഒന്നാമത്തേത്, മാതാപിതാക്കളെല്ലാം പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തു കഴിഞ്ഞു, പക്ഷെ മക്കൾക്ക്, കൊച്ചുകുട്ടികൾക്ക് എടുത്തിട്ടില്ല. എന്താണ് അവസ്ഥ? ഞങ്ങളുടെ മുന്നിൽ ഈ വിഷയം വന്നപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചു. മിക്ക രാജ്യങ്ങളും കുട്ടികൾക്ക് ഇത് നിർബന്ധം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കൊച്ചുകുട്ടികളാണെങ്കിൽ മാതാപിതാക്കൾ കൂടെ ഉണ്ടെങ്കിൽ, അവർ കുത്തിവയ്പ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി കുത്തിവയ്പ്പ് വേറെ എടുക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ യാത്ര ചെയ്യാൻ അനുവദിക്കും എന്ന കാര്യം അറിഞ്ഞിരിക്കുക. അത് കാരണം യാത്ര മുടക്കേണ്ടതില്ല. ആഗോള വ്യാപാരം ഇക്കൊല്ലം തകർക്കും, ഗംഭീരമാകും എന്നാണ് ദുബായ് മൾട്ടി കമ്മ്യൂണിറ്റീസ് സെന്റർ DMCC പറയുന്നത്. ഈ പ്രതിരോധ കുത്തിവയ്പ്പ് കൂടുതലാകും തോറും ട്രേഡും കൂടുതലാകും എന്നാണ് കണ്ടെത്തൽ. ഞങ്ങൾ പൊതുജനങ്ങളുടെ, ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇന്നു മുതൽ ഒരു കാര്യം ആരംഭിക്കാൻ ശ്രമിക്കുകയാണ്. വിജയിക്കുമോന്നൊന്നും അറിയില്ല, പക്ഷെ നിങ്ങളുടെ പങ്കാളിത്തം ഇതിനകത്ത് ആവശ്യമാണ്. UAE വിവിധങ്ങളായ സേവനദാതാക്കളുണ്ട്, വിവിധങ്ങളായ കമ്പനികളുണ്ട്, റെസ്റ്റോറൻറ്റുകളുണ്ട്, കഫ്റ്റീരിയകളുണ്ട്, എല്ലാം ഉണ്ട്. ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ട്, ടെലികോം കമ്പനികളുണ്ട്, ബാങ്കുകളുണ്ട്,
ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്, മണി എക്സ്ചേഞ്ചുകളുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും വിപരീതാനുഭവങ്ങളോ നീതി നിഷേധിക്കപ്പെട്ട സാഹചര്യങ്ങളോ ഉണ്ടായെന്ന് തോന്നിയാൽ ഞങ്ങളുടെ ഇൻബോക്സിലേക്ക് നിങ്ങളുടെ നമ്പർ സഹിതം എന്താണ് എവിടെയാണ് സംഭവിച്ചത്, ഒരു ബാങ്കിൽ നിന്ന് അനധികൃതമായി ഞങ്ങളുടെ കാശ് ഈടാക്കാൻ ശ്രമിച്ചു, ഉദാഹരണത്തിന് ഞങ്ങൾ കണക്ക് കൂട്ടാത്ത 250, 350 ലേറ്റ് പേയ്മെന്റ് ഫീ, ആ ഫീ, ഈ ഫീ, ഉപയോഗിക്കാത്തതിനും ഫീ ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു വാങ്ങി എന്ന് പറഞ്ഞ് പരാതിയുണ്ട്, അനീതിക്ക് വിധേയമായി എന്ന് തോന്നിയാൽ ആ വിഷയം നിങ്ങൾ എഴുതണം ഞങ്ങളുടെ ഈ ദുബായ് വാർത്തയുടെ ഇൻബോക്സിൽ. കമന്റ് ബോക്സിൽ ഇടരുത്. കാരണം പബ്ലിക്കായിട്ട് കാണുന്ന വിധത്തിൽ മറ്റൊരു സ്ഥാപനത്തെ കുറ്റപ്പെടുത്തുന്നത് ആശാസ്യമല്ല, നിയമപരമായി ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ഇട്ടാൽ ആ സ്ഥാപനങ്ങളുടെ മേലധികാരികളുമായി ഞങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടോ വെളിപ്പെടുത്താതെ കൊണ്ടോ അന്വേഷിച്ചുകൊണ്ട് ഒരു പരിഹാരമുണ്ടാക്കി നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇടപെടാൻ ശ്രമിക്കാം എന്നതാണ് ഇന്നു മുതൽ തുടങ്ങാനിരിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഓരോ സ്ഥാപനങ്ങൾ വരും. ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ചായക്ക് 5 ദിർഹം വാങ്ങിയാൽ, സാധാരണ മലയാളി റെസ്റ്റോറൻറ്റ്, അതുപോലും ചോദ്യം ചെയ്യലിന് വിധേയമാക്കണം. കാരണം അത് ഏത് സ്റ്റാർ നിലവാരത്തിലുള്ള കടയാണ്, നല്ല ചായ ആയിരിക്കും, പക്ഷേ ബാക്കി എല്ലായിടത്തും 1, 2, 3 ദിർഹത്തിന് കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് 5, 6 ഈടാക്കുന്നു എന്ന് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾക്കത് വിളിച്ചിട്ട് ചോദിക്കാം. അതിനെ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള സമിതികൾ ഈ UAE-യിലുണ്ട്. കൺസ്യൂമറുടെ പ്രൊട്ടക്ഷൻ, അതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്ന ബോഡികൾ ഈ UAE-യിലുണ്ട്. അവിടെയൊക്കെ നമുക്ക് ആളുകളുണ്ട്, ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ചോദിക്കാം. നിങ്ങൾക്കൊരു വലിയ ബുദ്ധിമുട്ട്, ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത ഒരു ഇമിഗ്രേഷൻ ബുദ്ധിമുട്ടുണ്ട്, ഉദ്യോഗസ്ഥരുമായി നമുക്ക് സംസാരിക്കാൻ പറ്റുമല്ലോ, നമുക്കൊന്ന് ശ്രമിക്കാമല്ലോ. അങ്ങനെ എന്തെല്ലാം സ്ഥാപനങ്ങൾ, ഏതെല്ലാം സേവനം നമുക്ക് കിട്ടിയിട്ടും നമ്മൾ തൃപ്തരാകാതെ കണ്ട് നമ്മൾ എവിടെയോ ഹനിക്കപ്പെട്ടു, നമ്മുടെ അവകാശമെന്ന് തോന്നുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ ഇൻബോക്സിലേക്ക് വന്ന് നിങ്ങളുടെ നമ്പർ തരിക. ഞങ്ങളത് രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ട് അതാത് കേന്ദ്രങ്ങളെ അറിയിക്കാൻ പറ്റും. അതുകൊണ്ട് അത്തരത്തിലൊരു ഇടപെടൽ നടത്തുക. പക്ഷെ പരസ്യമായിട്ട് അങ്ങനെ ഒരു കമ്പനിയെയും ആക്ഷേപിക്കുന്ന വിധത്തിൽ നിങ്ങൾ പെരുമാറരുത് എന്ന കാര്യം കൂടി പ്രാദേശിക നിയമങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. വിയറ്റ്നാം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഗെയിംസ് മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 31ാമത് ഗെയിംസാണ്. മിക്കവാറും 2022-ലായിരിക്കും എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. നവംബർ 21-ന് നടത്താനിരുന്നതാണ്. ഒളിമ്പിക്സിന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. എത്തിസലാത്തിന്റെ ഒരു മെസ്സേജ് നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാകും. നിങ്ങളുടെ കൃത്യ തീയതിക്ക് കാശ് അടച്ചില്ലെങ്കിൽ, ഉദാഹരണത്തിന് 15-ാം തീയതിയാണ് നിങ്ങളുടെ ഡേറ്റ് എങ്കിൽ അതിന്റെ ബിൽ കാശ് അടച്ചില്ല എന്ന് വരികിൽ സസ്പെൻഷൻ ഉണ്ടാകും സർവീസിന്റെ. എത്തിഹാദ് ബ്യൂറോയിൽ നിങ്ങളുടെ ക്രെഡിറ്റ് റാങ്കിങ്ങിനെ ബാധിക്കാവുന്ന തരത്തിൽ നടപടി ഉണ്ടാകാം. പിന്നെ അത് സർവീസ് ഡിസ്കണക്ട് ആയി പോയി റീകണക്ട് ചെയ്യണമെങ്കിൽ 26.25 ദിർഹം കൊടുക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇത്ര നാളും അങ്ങനെ ഇല്ലായിരുന്നു. നമ്മുടെ സർവീസ് സസ്പെൻഡായി പോകും എന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നെ 10 ദിവസം കഴിഞ്ഞ് അടച്ചാൽ അന്ന് മുതൽ പ്രാബല്യത്തിൽ വരും എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഒരു 26.25 പിഴ ഇതുവരെ വന്നിട്ടില്ലാത്തതാണ്. 25-ഉം ടാക്സുമായിരിക്കും, വാറ്റുമായിരിക്കും. ഏതായാലും അത് കൊടുക്കേണ്ടി വരുമെന്ന് എത്തിസലാത്ത് SMS-ലൂടെ പല ഉപഭോക്താക്കളെയും അറിയിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക കാര്യം, നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, കുടുംബാംഗങ്ങൾക്ക്, നാട്ടിൽ കഴിയുന്ന എല്ലാവർക്കും നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്തെങ്കിലും എടുത്തു കൊടുത്തിട്ടുണ്ടോ? നമ്മൾ ഗൾഫിലാണ്, നമുക്കിവിടെ നിർബന്ധമായിട്ട് കാർഡ് വേണം, ഹെൽത്ത് കാർഡ് വേണം. പക്ഷെ നാട്ടിൽ അങ്ങനത്തെ നിർബന്ധിതാവസ്ഥയൊന്നും ഇല്ലാത്തത് കൊണ്ട് എടുത്തു കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിന് നമ്മുടെ സഹകാരിയായ ICL ട്രാവൽ ആൻഡ് ടൂർസ് നിങ്ങൾക്ക് അവസരം ഒരുക്കുകയാണ്. ദുബായിൽ ഊതുമേത്തയിൽ ഇപ്പോൾ അതിൻ്റെ അവസരമുണ്ട്, ഓഫീസുണ്ട്. അതുകൊണ്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു വാട്സപ്പ് നമ്പറും ഒരു ഫോൺ നമ്പറും തരാം. ICL-നെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല. ഇപ്പോൾ ഈ മഹാമാരിയുടെ ഘട്ടത്തിൽ തൃശൂർ ഇരിഞ്ഞാലക്കുടയിൽ ആംബുലൻസുകൾ നഗരസഭയ്ക്ക് കൊടുത്തത്, സർക്കാർ ആശുപത്രിക്ക് വെന്റിലേറ്റർ കൊടുത്തത്, ഇതൊക്കെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇപ്പോൾ ആശ്വാസമായി മാറിയിരിക്കുന്നു. എന്തിന്? മന്ത്രി തന്നെ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ തൻ്റെ ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ICL ചെയ്തിരിക്കുന്ന, അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ KG അനിൽകുമാർ ചെയ്തിരിക്കുന്ന ഈ ഒരു സാമൂഹികമായ
ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള സൽപ്രവൃത്തിയെ മറ്റുള്ളവർക്ക് മാതൃകയാകണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രശംസിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു PCR ടെസ്റ്റിന് വേണ്ടിയോ ആശുപത്രി എത്തിക്കാൻ വേണ്ടിയോ ശ്വാസ തടസ്സമുള്ളതിന്റെ പേരിലോ ഒക്കെ ആരെങ്കിലും ബുദ്ധിമുട്ടുകയാണെങ്കിൽ 2 ആംബുലൻസുകൾ ICLന്റെ പേരിൽ അവിടെ ചെല്ലും. അതുപോലെ തന്നെ വെന്റിലേറ്റർ സപ്പോർട്ട് വേണമെന്നുള്ള ആശുപത്രിയിൽ കിടക്കുന്നവർക്ക് അത് എത്തിക്കാൻ വേണ്ടിയുള്ള സംവിധാനവും ഏർപ്പാടാക്കി കൊടുത്തിരിക്കുന്നു. ഈ നമ്പർ ഓർമ്മിച്ചോളൂ, 056-860-7205 ICLുമായി കോൺടാക്ട് ചെയ്യാം. ഈ പറഞ്ഞ ഇൻഷുറൻസിന് വേണ്ടി ദുബായിൽ 056-860-7205. UAEയിൽ ഇന്ന് 6 മരണം, ഇന്നലത്തേക്കാൾ കൂടുതലാണ്. 2179 രോഗബാധ. 2.5 ലക്ഷത്തിലധികം ആളുകളെ പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ വന്നത്. എന്ന് വെച്ചാൽ 1% താഴെയാണ്. കേരളം 14%. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. ഈ രോഗശമന ഉപകരണങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി പേറ്റന്റ് എടുത്ത് കളയണം എന്ന് പറഞ്ഞുകൊണ്ട് ലോക വ്യാപാര സംഘടന എല്ലാവരുമായിട്ടും ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. നല്ല കാര്യം. ഇത്തിരി വൈകിപ്പോയി. WTO അല്പം വൈകിപ്പോയി. എത്തിഹാദ് എയർവേസ് ലണ്ടനിലേക്ക് ഇന്നലെ പറക്കുമെന്ന് പറന്നു. 7 പേരെയും കൊണ്ടൊരു വിമാനം പോയി. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ അവിടുത്തെ പൗരന്മാരായിരിക്കണം, അല്ലെങ്കിൽ റെസിഡൻസ് വിസ ഉള്ളവരായിരിക്കണം. ഇത് രണ്ടിലും ആൾ കുറവായിരുന്നു അബുദാബിയിൽ നിന്ന് പോകാൻ. 7 പേരുമായിട്ടൊരു വലിയ വിമാനം ഇന്നലെ ഹീത്രോയിൽ ലാൻഡ് ചെയ്തു. UK-യിൽ ബ്രിട്ടനിൽ ഒരു കലാകാരൻ, അദ്ദേഹത്തിന്റെ പേര് ആൻഡ്രൂ ലിയോഡ് വെബർ എന്നാണ്. ഈ കലാകാരൻ പറയുന്നത് തന്റെ മ്യൂസിക്കൽ തിയേറ്റർ താൻ ഈ ജൂൺ 21 ഓപ്പൺ ചെയ്ത് തന്റെ പെർഫോമൻസ് അവിടെ അവതരിപ്പിക്കും. ഒരു അകലവും പാടില്ല, ആളുകൾക്ക് വരാം. എന്നെ വിലക്കിയാൽ എന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ഇങ്ങനെ മുരടിച്ച് കഴിയാൻ പറ്റില്ല, എല്ലാം തകർന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെബർ പറയുകയാണ്. ഇങ്ങനെയൊക്കെ നിയമത്തെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് ചില കലാകാരന്മാർ ചില നാടുകളിൽ. ഇതിനിടയിൽ അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട്, ഏറ്റവും വലിയ പണക്കാരൊന്നും പല വർഷവും ഒരു ചെറിയ നികുതി പോലും കൊടുത്തിട്ടില്ല. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് FBI അന്വേഷിക്കുകയാണ് ഇപ്പോൾ. ആ റിപ്പോർട്ട് ഇതിന്റെ ലീക്കായി വന്നതാണ്. പ്രോ പബ്ലിക്ക എന്ന് പറയുന്ന മീഡിയ കൊണ്ടുവന്നതാണ് ആ റിപ്പോർട്ട്. ഒന്ന് ആമസോണിന്റെ ചങ്ങാതി ജെഫ് ബെസോസ് 2017 2011 5 കാശ് ടാക്സ് കൊടുത്തിട്ടില്ല. പിന്നൊന്ന് എലൻ മസ്ക്, ടെസ്ലയുടെ ഓണറാണ്. അദ്ദേഹം 2018 1 ചില്ലിക്കാശ് കൊടുത്തിട്ടില്ല. പിന്നെ വാറൻ ബഫറ്റ്, അദ്ദേഹവും ടാക്സ് പലവട്ടം കൊടുത്തിട്ടില്ല. ഇത്രയും ബില്യണേഴ്സാണ്. അവർ കൊടുക്കാത്തത് എന്താണ് അറിയില്ല. ദുബായിൽ നിന്ന് പലർക്കും ഒരു കമ്പനി നടത്തുന്ന ആളുകൾക്ക് ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ഇത്രാം തീയതിക്ക് മുമ്പ് നിങ്ങളുടെ ബെനിഫിഷ്യൽ ഓണർ ഡേറ്റ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകും, ചെയ്യണം നിർബന്ധമായിട്ടെന്ന് പറഞ്ഞുകൊണ്ട്. മനസ്സിലാകും ആരാണ് ഈ കമ്പനിയുടെ യഥാർത്ഥ ഓണർ എന്നുള്ളത്. സിസ്റ്റത്തിൽ ആ ഡേറ്റ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതിലെന്തെങ്കിലും തടസ്സം നേരിടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സൗകര്യം സഹായമായി ചെയ്തു തരും. എമിറേറ്റ്സ് ക്ലാസിക് എന്ന് പറയുന്ന ദുബായ് കിസൈസിലെ അൽത്വാർ സെൻട്രൽ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള സ്ഥാപനം നിങ്ങൾക്കത് ചെയ്തു തരും. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യൂ. 055-5988-001 055-5988-0001. അപ്പോൾ ഒരു ഉപദേശം കിട്ടാനെങ്കിലും ഒന്ന് വിളിച്ചു നോക്കി എന്താണ് ചെയ്യാൻ പറ്റുക. ഞങ്ങളുടെ SMS-ൽ സ്പോൺസറുടെ പേര് ചേർക്കണോ നീക്കണോ ഒന്നും ചെയ്യണ്ടേ? എന്തെങ്കിലും ഒരു സംശയമുള്ളവർക്കത് ചോദിക്കാം. 16,000 കേരളത്തിലെ കേസുകൾ, 156 മരണം. 6ാം ദിവസം ഇപ്പോൾ തുടർച്ചയായിട്ട് ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കൊന്ന് കുറഞ്ഞു വരുന്നു എന്നുള്ള ആശ്വാസം കേരളത്തിലുമുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ മുന്നിൽ ഇങ്ങനെയുള്ള ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം ഉള്ളപ്പോൾ ആവർത്തിക്കുന്നു, ഇത് അന്താരാഷ്ട്ര സമൂഹത്തെ അറിയിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിലപാടുകളുമായി പുതിയൊരു സ്ട്രാറ്റജിയുമായി രംഗത്ത് വരേണ്ട സമയമാണ്. ജൂലൈ 6 വരെ കാത്തിരിക്കാനുള്ള ക്ഷമയിലല്ല നമ്മുടെ ജീവിതം നീങ്ങുന്നത്. ഒരുപാട് പേർ പല നാടുകളിൽ ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട അഷ്റഫ് താമരശ്ശേരി പറഞ്ഞൊരു വിഷയം, ചെറുപ്പക്കാരുടെ ആത്മഹത്യയും ഹൃദയാഘാത മരണവും ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതലായി കാണുന്നു, അതും മലയാളികളുടെ. ദയവ് ചെയ്ത് മാനസിക സമ്മർദ്ദവുമായി ഉറങ്ങാൻ കിടക്കാതിരിക്കുക. നമ്മളൊന്ന് സമ്മർദ്ദം അകറ്റാൻ വേണ്ടി ഏത് സുഹൃത്തിനോടാണ് സംസാരിക്കേണ്ടത് ഒന്ന് സംസാരിച്ച് മനസ്സിനെ ആ ടെൻഷനിൽ നിന്ന് മാറ്റിയിട്ടുറങ്ങുക. 2, ആത്മഹത്യ എന്നുള്ളത് പരിഹാരമേ അല്ല നമ്മുടെ പ്രശ്നങ്ങൾക്ക്. എന്നാൽ അത് പരിഹാരമായിരുന്നെങ്കിൽ
ആളുകൾ അങ്ങ് ആത്മഹത്യ ചെയ്യുമ്പോൾ എല്ലാം രക്ഷപ്പെട്ടു എന്ന് കരുതുമായിരുന്നെങ്കിൽ പ്രശ്നങ്ങളില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? 750 കോടി ആളുകളും ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല എന്ന കാര്യം കൂടി അറിയുക. എല്ലാവരും അവരവരുടേതായ പ്രശ്നങ്ങളിലാണ്. നോക്കൂ, ബെക്സ് കൃഷ്ണൻ എന്ന ചെറുപ്പക്കാരൻ മരണത്തെ നേരിട്ട് കണ്ട് പല രാത്രികളിൽ അദ്ദേഹത്തെ വധിക്കുന്ന രംഗം കണ്ടുകൊണ്ട് അത് കഴിഞ്ഞ് കുടുംബാംഗങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതൊക്കെ ആലോചിച്ചുകൊണ്ട് ഒന്നും പറയാനില്ലാതെ തേങ്ങി കരഞ്ഞിട്ടില്ലേ, ഉറങ്ങാതെ കിടന്നിട്ടില്ലേ? അദ്ദേഹത്തിന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ MA യൂസുഫ് അലി ഇടപെട്ടുകൊണ്ട് 5 ലക്ഷം കൊടുത്ത് ജനുവരി ഇടപെട്ടു. ഇപ്പതാ ഇന്ന് വെളുപ്പിന് നാട്ടിലെത്തിയില്ലേ? കുടുംബാംഗങ്ങളുമായി ഒത്തുചേർന്നില്ലേ? എന്നിട്ടിപ്പോൾ ആ കോറനെ അനുഷ്ഠിച്ചുകൊണ്ട് അദ്ദേഹം സുഖകരമായ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചില്ലേ? ഇങ്ങനെയാണ് ഒരു രാത്രി കഴിയുമ്പോൾ ആ ഒരു വേള ഇരുളുമായിട്ട് നമ്മളൊന്ന് യോജിച്ചു വരുമ്പോഴത്തേക്കും നേരം പുലരും എന്ന് കവികൾ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണെന്ന് മനസ്സിലാക്കണം. ഒരു വേള നമ്മൾ പഴക്കമാർന്നാൽ ഇരുളും വെളിച്ചമായി വരുമെന്ന് വെച്ചാൽ ഈ രാത്രി കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചേ പറ്റൂ, വെളിച്ചമുണ്ടായാലേ പറ്റൂ. ആ വെളിച്ചമുണ്ടാകട്ടെ. ജൂൺ 9 ദുബായ് വാർത്താ ലേറ്റ് അപ്ഡേറ്റ്സ് 485 എപ്പിസോഡ് ലൈവ് സമാപിക്കുന്നു. നന്ദി.